വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. ഇന്ന് നമ്മൾ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ആൻസർ ഓപ്ഷൻ സി, അമരാവതി സമ്മേളനത്തിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില പ്രത്യേക പദവികൾ അലങ്കരിക്കുന്ന കോൺഗ്രസ് പ്രസിഡന്റുമാരെയാണ്. ഓക്കെ, കോൺഗ്രസ് പ്രസിഡന്റുമാരും പ്രത്യേകതകളും. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1897. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ താബ്ജിയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി അല്ലെങ്കിൽ യൂറോപ്യൻ ജോർജ് യൂൾ. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ ഏക വിദേശി വില്യം വെഡർബേൺ. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റാകുന്ന ആദ്യ വ്യക്തി WC ബാനർജി. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബസന്റ് ആണ്. INC പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡു ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തിയും ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ പ്രസിഡന്റ് രാജീവ് ഗാന്ധി ആയിരുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധിയാണ്. 1998 മുതൽ 2017 വരെ. കോൺഗ്രസ് രൂപീകരണത്തിന്റെ 125ാം വാർഷികത്തിൽ പ്രസിഡന്റ് ആയിരുന്നതും സോണിയാഗാന്ധിയാണ്.